ഇലക്ഷൻ കഴിഞ്ഞു, കേരളം ആര് ഭരിക്കും? എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് നറേറ്റീവ്സ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായി. ഇനിയിപ്പോൾ അത്തരം ആ നറേറ്റീവ്സുകൾക്കൊക്കെ താല്പര്യങ്ങളുണ്ട്. സ്വന്തം മുന്നണി ജയിക്കണം, സ്വന്തം പാർട്ടി ജയിക്കണം, സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കണം എന്നൊക്കെ ഊന്നിയിട്ടാണ് ഇത്തരം നറേറ്റീവ്സുകൾ ബിൽഡ് ചെയ്യുന്നത്. എലക്ഷന് മുമ്പുള്ള ചില സർവേകൾ പോലും അങ്ങനെയാണ്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ, പത്രങ്ങൾ, ചില ഓൺലൈൻ ചാനലുകളൊക്കെ പ്രധാനമായും UDF ജയിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി സർവേകൾ നടത്തിയിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങനെ അന്ധമായ UDF തരംഗമാണ് എന്നൊക്കെ പറയുകയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു തരംഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു ഒരു തരംഗം. ആ തരംഗത്തെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് സംസാരിക്കാം. അപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി, ജനാധിപത്യ മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി. ഈ രണ്ട് മുന്നണികളാണ് കേരള രൂപീകരണത്തിന് ശേഷം പല പേരുകളിൽ കേരളം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എമർജ് ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരു മൂന്നാം മുന്നണി എന്ന തരത്തിൽ വളരെ പ്രകടനമായ ഒരു ഭരണത്തിലേക്ക് NDA വളർന്നു വന്നത്. എന്നാലും NDA കേരളം ഭരിക്കും എന്ന് പറയാൻ മാത്രമുള്ള മൗഢ്യം എനിക്കില്ല. കാരണം NDA കേരളം ഭരിക്കണമെന്ന് വ്യക്തിപരമായി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ അത്തരം ഒരു അവകാശവാദം മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ കൃത്യമായി ശാസ്ത്രീയമായും കേരളത്തിലെ 140 മണ്ഡലങ്ങളെ വിലയിരുത്തിയതിന് ശേഷം നമ്മളൊരു സ്ഥാനാർത്ഥിയുടെയും പേര് പറയുന്നില്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താം. ആദ്യം നമ്മൾ നോക്കേണ്ടത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന LDF-ൽ 10 കക്ഷികളുണ്ട്. ഈ 10 കക്ഷികൾ എന്ന് പറഞ്ഞാൽ CPM 77 സീറ്റുകളിൽ മത്സരിക്കുന്നു, CPI 21 സീറ്റുകളിൽ മത്സരിച്ചു, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 12 സീറ്റിൽ മത്സരിച്ചു, ISJD 3 സീറ്റ്, NCP-SP 3 സീറ്റ്, RJD 3 സീറ്റ്, കേരള കോൺഗ്രസ് B 1 സീറ്റ് എന്ന് വെച്ചാൽ ഗണേഷ് കുമാർ മാത്രമുള്ള പാർട്ടി, RSP ലെനിനിസ്റ്റ് കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടി 1 സീറ്റ്, ഇന്ത്യൻ നാഷണൽ ലീഗ് 1 സീറ്റ്, കോൺഗ്രസ് S എന്ന് പറഞ്ഞാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ മാത്രമുള്ള പാർട്ടി 1 സീറ്റ്. അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്ന 14 സ്വതന്ത്രന്മാരെ അവർ മത്സരിപ്പിച്ചിട്ടുണ്ട്. UDF-ൻ്റെ സ്ഥിതി നോക്കൂ. UDF-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സോണിയ കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റുകളിലാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 26 സീറ്റുകളിൽ മത്സരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അല്ല, ഇപ്പോൾ കേരള കോൺഗ്രസ് അവരാണ് അംഗീകൃത കേരള കോൺഗ്രസ് 8 സീറ്റുകളിൽ മത്സരിക്കുന്നു. RSP 4 സീറ്റുകളിൽ മത്സരിക്കുന്നു. CMB 1 സീറ്റിൽ മത്സരിക്കുന്നു. DCK 1 സീറ്റ്, കേരള കോൺഗ്രസ് ജേക്കബ് അനൂപ് ജേക്കബ് മാത്രമുള്ള പാർട്ടി 1 സീറ്റിൽ മത്സരിക്കുന്നു. AITC 1 സീറ്റ്, RMP നമ്മുടെ രമയുടെ പാർട്ടി അതൊരു സീറ്റിൽ, സ്വതന്ത്രന്മാർ 5 പേര്. ഇങ്ങനെയാണ് 2 ഭരണ പാരമ്പര്യമുള്ള 2 മുന്നണികൾ മത്സരിക്കുന്നത്. BJP-യുടെ സ്ഥാനാർത്ഥിത്വം ഞാൻ അത്രയ്ക്ക് പ്രധാനമായും വിശകലനം ചെയ്യുന്നില്ല ഈ സർവേ. എന്നുവെച്ചാൽ BJP അഗണ്യ കോടിയിൽ തള്ളേണ്ട പാർട്ടിയാണ് എന്നുള്ള മുൻവിധി വെച്ചിട്ടില്ല. കാരണം കേരളം ഭരിച്ചിരുന്ന 2 മുന്നണികളെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. BJP എന്ന് പറഞ്ഞാൽ ഇതിന് ബദലായി ഉണ്ടായി വന്ന ഒരു ജനകീയ പ്രതിരോധമാണ്. ഇടതിൻ്റെയും വലതിൻ്റെയും ഭരണക്കെടുതി അനുഭവിച്ച കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ഭരണത്തിൻ്റെ പൽചക്രങ്ങളിൽ പെട്ടുപോയ ഞെരിഞ്ഞുപോയ സാധാരണ ജനങ്ങളുടെ വികാരത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് NDA എന്ന് പറയുന്ന BJP മുന്നണി എന്ന് ഞാൻ പറയും. അതുകൊണ്ട് നമുക്ക് നോക്കാം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 2,72,42,952 പേരാണ് കേരളത്തിൽ വോട്ടർമാരുണ്ടായിരുന്നത്. അതിൽ പുരുഷന്മാർ 1,32,20,811, സ്ത്രീകൾ 1,39,21,868. പിന്നെ NRI അടക്കമുള്ള ആളുടെ കണക്കൊക്കെ ഇന്ത്യയിലുണ്ട്, അത് വേണ്ട. വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് തിരൂരാണ്. തിരൂർ 2,85,441 വോട്ടർമാരുണ്ടായിരുന്നു. വണ്ടൂരായിരുന്നു 2ാം സ്ഥാനം. രണ്ടാമത് വന്ന വണ്ടൂരിൽ 2,47,184 പേരാണ് വോട്ടർമാരുണ്ടായിരുന്നത്. കോട്ടക്കലാണ് തൊട്ട് പിന്നാലെ. ഇത് 3ഉം മലബാർ മേഖലയിലാണ്. ആ മണ്ഡലങ്ങളുടെ സവിശേഷത നിങ്ങൾക്കറിയാം. അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. നമ്മുടെ ഡെമോഗ്രാഫി അങ്ങനെ മാറിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളിൽ ജനവിധി തീരുമാനിക്കുന്ന ഒരു ഘടകമായി മുസ്ലിം വോട്ടർമാർ മാറിയിട്ടുണ്ട്, മുസ്ലിം ജനസംഖ്യ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വർഗീയവാദി എന്ന് വിളിക്കും. അപ്പോൾ കോട്ടക്കൽ 2,43,014 വോട്ടർമാരുണ്ട്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പ്രിയ. സത്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉണ്ടാവേണ്ടത് എറണാകുളത്താണ്. എറണാകുളത്ത് കൊച്ചി നഗരത്തിൽ മാത്രം കൊച്ചിക്കാരല്ലാത്ത 10 ലക്ഷത്തിലേറെ ആളുകളുള്ള സ്ഥലമാണ് എറണാകുളം. പക്ഷേ എറണാകുളത്ത് വോട്ടർമാർ, എറണാകുളം ജില്ലയിൽ 1,36,223 വോട്ടർമാരാണുള്ളത്.
പിന്നെയുള്ളത് ദേവികുളത്ത് 1,42,265 വോട്ടർമാരുണ്ട്. കോട്ടയത്ത് 1,49,573 വോട്ടർമാർ. കേരളത്തിൽ ഏറ്റവും വോട്ടർമാർ കുറവുള്ള 3 ജില്ലകൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘടന. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ മുന്നണികൾ പറഞ്ഞാൽ BJPയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അന്ന് വീണ്ടും ആവർത്തിക്കുന്നു. BJP മുന്നണിയും 140 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് എടുക്കാത്തതിന് കാരണം കേരളം ഭരിച്ച 2 മുന്നണികളെ വിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് BJPയിലേക്ക് NDAയിലേക്ക് സവിസ്തരം പോകാം. അപ്പോൾ പ്രിയൻ ചോദിച്ച ചോദ്യം, പ്രേക്ഷകരെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് കേരളം ആര് ഭരിക്കുമെന്നുള്ളതാണ്. കേരളം ആര് ഭരിക്കും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം പറയുന്നു അവർ ഭരണ തുടർച്ച ഉണ്ടാക്കുമെന്ന് പറയുന്നു. UDF പറയുന്നു 100-ൽ പരം സീറ്റുകൾ വാങ്ങി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് സതീശൻ ആവർത്തിച്ച് പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കേരളം ആരും ഭരിക്കത്തില്ല, തൂക്കുസഭയുണ്ടാകും എന്ന് പറയുന്നു. കേരളത്തിൽ BJPയെ സംബന്ധിച്ച് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തരംഗമുണ്ടായ, ഏറ്റവും അതിശക്തമായി NDA മുന്നണി പൊരുതിയ ഒരു തെരഞ്ഞെടുപ്പ് ഈ 2026 തെരഞ്ഞെടുപ്പുമാണ്. BJPയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20% ഒരു MPയെ കിട്ടിയെങ്കിൽ അത് 20-നപ്പുറത്തേക്ക് 25 വരെ മാറിയേക്കാമെന്നും 25-ലേക്ക് എത്തിയാൽ കേരളത്തിൽ BJPക്ക് അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ 20+ ആയാൽ BJPക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഉള്ള സാഹചര്യമുണ്ട്. അതുകൂടാതെ കേരളത്തിലെ എക്കാലവും BJP വിരുദ്ധരായ മാധ്യമങ്ങൾ വരെ ഇത്തവണ NDAയുടെ ടാലി ബോക്സിൽ LDF ഇത്ര UDF ഇത്ര എന്നിട്ടിട്ട് NDA എഴുതിയിട്ട് 0 ഇടുന്നത് 225 125 എന്നൊക്കെ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള പത്രങ്ങൾക്ക് പറയേണ്ടി വന്ന തെരഞ്ഞെടുപ്പും കൂടിയാണ്. മാത്രമല്ല 1987 ശേഷം ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഇതാണ്. 1987 80.54 കേരളത്തിലെ വോട്ടിംഗ് ശതമാനം. 87 ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75.75 ആയിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം കിട്ടിയ അവസാനത്തെ കണക്ക് പ്രകാരം കേരളത്തിലെ 78.3% ആളുകൾ വോട്ട് ചെയ്തു. ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ രസകരമായൊരു സംഭവമുണ്ട്. അതായത് കാസർഗോഡ് ജില്ല 79.11%, കഴിഞ്ഞ വർഷം 76.37 ആയിരുന്നു. വയനാട് ജില്ല 78.60, കഴിഞ്ഞ വർഷം അത് 79.87 ആയിരുന്നു. വയനാട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ഒന്ന് കുറഞ്ഞു, 78.60 ആണ് ഇത്തവണ. എനിക്ക് തോന്നുന്നത് SIR-ന്റെ എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട്. വയനാട് 78.81 ഈ കുറി, 76.52 കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ്. എല്ലാ ജില്ലയും ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നോക്കൂ, എല്ലാ ജില്ലകളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് SIR ആണ്. SIR-ലൂടെ എല്ലാ മണ്ഡലത്തിൽ നിന്നും ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ടർമാരെ നീക്കം ചെയ്തിട്ടുണ്ട്. മരിച്ചവർ, ഡബിൾ വോട്ടിംഗ് ഉള്ളവർ, നാട്ടിലില്ലാത്തവർ, വോട്ടർമാർ ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കൂടാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ വലിയ തോതിൽ ഇന്നലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് എന്നോട് സംസാരിച്ച ഉത്തരവാദപ്പെട്ട ചില ആളുകൾ, നമ്മൾ ഈ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ച കുറേ ആളുകൾ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. കേരളത്തിൽ വലിയ തോതിൽ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് എടുക്കുമ്പോൾ 80%-നടുത്ത് 87-ലെ ഞാൻ പറഞ്ഞ പോലെ 87-ലെ 80%-ന് മുകളിൽ പോയ വോട്ടിംഗ് രീതി ഇത്തവണ കാണുന്നുണ്ട്. അതിന് കാരണം വലിയ തോതിലുള്ള ഹിന്ദു ഏകീകരണം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് പ്രാഥമികമായി ഹിന്ദു സംഘടനകൾ വിലയിരുത്തുന്നുണ്ട്. അതൊരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് എനിക്ക് ജനറലി പറയാനുള്ളത്. ഇപ്പോഴും തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നത് പോലെ ഉത്തരം പറയൂ, ആര് ഭരിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അത് ആദ്യമേ പറഞ്ഞാൽ അതിൻ്റെ ഗുമ്മ പോകും, പിന്നെ അത് കാണത്തില്ല. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വിചാരിക്കാത്ത ഒരു റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് വളരെ കൃത്യമായി നമ്മൾ ഒരുപാട് സോഴ്സുകളിൽ സംസാരിച്ച് ബന്ധപ്പെട്ട് ഡാറ്റ എടുത്ത് ആരെയും ഫേവർ ചെയ്യാതെ തയ്യാറാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനമാണ്. ഇത് ഒറ്റ എപ്പിസോഡിൽ നമ്മൾ തീർക്കും ഉറപ്പായിട്ടും. കാരണം ഇത് നീട്ടിക്കൊണ്ടുപോയി വേണം നമുക്ക് മുറിച്ചൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഇല്ല, ഒറ്റയടിക്ക് പണി തീരട്ടെ. അപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയാം. കേരളത്തിൽ LDF-ൻ്റെ കൂടെ 10 പാർട്ടികൾ, UDF-ൻ്റെ കൂടെ 9 പാർട്ടികൾ. LDF-ൻ്റെ കൂടെയുള്ള പാർട്ടികളിൽ NCP SP എന്ന് പറയുന്ന പാർട്ടി 3 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അവർക്ക് മൊട്ട കിട്ടും ഇത്തവണ. അതായത് ചുമ്മാ കുറേ ആളുകൾ കൂടിയിട്ട് ഞങ്ങളൊരു പാർട്ടിയാണ് എന്ന് പറഞ്ഞ് മത്സരിപ്പിച്ച് കേരളത്തിൻ്റെ ഖജനാവ് മുടിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് മിക്കവാറും അവസാനിപ്പിക്കാൻ കേരളത്തിലെ ആളുകൾ
ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വെറുതെ ഈർക്കിലി പാർട്ടികൾ ഇനി അങ്ങനെ വേണ്ട എന്ന് ജനം തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ഒറ്റ സീറ്റും കിട്ടാൻ ഇടതുപക്ഷത്തിൽ സാധ്യതയില്ലാത്ത പാർട്ടികളുടെ പേര് ഞാൻ പറയാം. 3 സീറ്റിൽ മത്സരിക്കുന്ന NCP SPക്ക് ഒറ്റ MLA ജയിക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകളാണ് പോകുന്നത്. 3 സീറ്റ് നഷ്ടപ്പെടും. RJD എന്ന് പറയുന്ന പാർട്ടി ബീഹാറിലെ ജനങ്ങൾ കാലുമടക്കി തൊഴിച്ച് ഓടിച്ച പാർട്ടിയാണ്. അവർ 3 സീറ്റ് മത്സരിക്കുന്ന അവർക്കും 0 കിട്ടും. RSPL കോവൂർ കുഞ്ഞുമോൻ്റെ ലെനിനിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി ഇനി നിയമസഭയിൽ പോവണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. അതിലും കിട്ടുന്നത് കോൺഗ്രസ് എസ് എന്ന് പറയുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ, EK നയനാരെ തോൽപ്പിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം ഇനി നിയമസഭയിൽ പോകണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കും. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും 0 കിട്ടാൻ പോകുന്നത് എന്നാണ് ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ UDFിൽ ഇതിനേക്കാൾ ഭീകരമാണ്. UDFിൽ മത്സരിക്കുന്ന CMB CP ജോണാണ് CMBയുടെ ഏക സ്ഥാനാർത്ഥി. പക്ഷേ CP ജോൺ ഇത്തവണയും നിയമസഭയിലെത്തില്ല. DCK 1 സീറ്റുണ്ട്, അവർക്കും 1 സീറ്റും കിട്ടില്ല. കേരള കോൺഗ്രസ് അനൂപ് ജേക്കബ് ജയിക്കും. പക്ഷേ AITC ഏത് പാർട്ടിയാണെന്ന് എനിക്ക് കേട്ടിട്ടില്ല. അവർ അങ്ങനെ ഒരു പാർട്ടിയുണ്ട്, അവർക്കും 0 RMB 1 സീറ്റ് അവർ നിലനിർത്തും. രമ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും. ഇതാണ് ആ കൂട്ടത്തിലുള്ള കണക്ക്. പക്ഷേ ചില വലിയ സെറ്റ് ബാക്കുകൾ സംഭവിക്കാൻ പോകുന്നത് RSP 4 സീറ്റുകളിൽ മത്സരിക്കുന്ന RSPക്ക് ഒറ്റ സീറ്റ് UDF കിട്ടുന്നുള്ളൂ. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, അതായത് ഒറിജിനൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ആ അധ്യായം അവസാനിക്കുകയാണ്. 8 സീറ്റിൽ മത്സരിക്കുന്ന അവർ 1 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ സാധ്യത കാണുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് UDFിൻ്റെ പോക്കറ്റിൽ അവരുടെ ഭരണ പ്രതീക്ഷ ഉറപ്പിക്കുന്ന സീറ്റുകളിൽ 7 സീറ്റുകളും അവർക്ക് നഷ്ടപ്പെടും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് 26 സീറ്റുകളിലാണ്. എല്ലാവരും പറയും ഈ കൂട്ടം ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയുന്നു. തെറ്റാൻ പോവുകയാണ് പ്രിയ. ഇത്തവണ ജയിക്കാൻ പോകുന്നത് 26-ൽ 16 പേര് മാത്രമേ ജയിക്കുള്ളൂ. 16 പേര് വലിയ സ്ട്രൈക്ക് റേറ്റ് ആണ്, മോശമൊന്നുമല്ല. എന്നാൽ 16 പേരെ മാത്രം ജയിപ്പിച്ചെടുക്കാനേ ഐക്യജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗിന് കഴിയുള്ളൂ. ഇനി നിരച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ, പ്രധാനപ്പെട്ട വലിയ പാർട്ടികളെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇപ്പുറത്തേക്ക് വന്നാൽ ഇതുപോലെ CPM കഴിഞ്ഞാൽ ഏറ്റവും വലിയ കക്ഷി CPI ആണ്. CPI മത്സരിക്കുന്ന 21 സീറ്റുകളിലാണ്. കേരളത്തിൽ CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കട്ടൻ വീഴാൻ പോവാണ്. ഒന്നും കിട്ടില്ല എന്ന് പറയില്ല. കാരണം CPMൻ്റെ തോളിൽ കയറിയിട്ടാണല്ലോ CPI. എവിടെ ഇരിക്കുന്നു CPIക്കാർ? പണിയെടുക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും ജാഥ നടത്തുന്നതും എല്ലാം CPMകാരാണ്. അതുകൊണ്ട് 21 സീറ്റിൽ മത്സരിക്കുന്ന CPIക്കാർ, CPI ഒരു ബാധ്യതയാണെന്ന് CPM കരുതുന്നുണ്ട്. അതുകൊണ്ട് CPIക്ക് 3-1 സീറ്റുകൾ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. 7 സീറ്റുകൾ ജയിക്കും CPI. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പങ്കെടുക്കുന്ന 12 സീറ്റുകളിലാണ്. 12-ൽ 3 സീറ്റുകൾ നേടും. ഇനി എനിക്ക് മനസ്സിലാവാത്ത ഒരു ലോജിക്ക്, ISJD എന്ന് പറയുന്ന പാർട്ടി 3 സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്, അവർ 1 സീറ്റ് നേടും. ഇതാണ് നേരത്തെ പറഞ്ഞു കേരള കോൺഗ്രസ് B ബാലകൃഷ്ണപിള്ളയുടെ മകൻ, കേരള രാഷ്ട്രീയത്തിലെ ഗണേഷ് കുമാർ. എന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക? എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പെണ്ണ് കേസിൽ പ്രതിയാവുന്ന ആളെ പത്തനാപുരംകാർ ഇത്തവണയും ചേർത്ത് നിർത്തും. ഗണേഷ് കുമാർ ജയിക്കും. കാരണം മനസ്സിലാക്കിയ ഗണേഷ് കുമാർ കരിങ്കോഴിയാണ്. പക്ഷേ ആ ജ്യോതികുമാർ ചാമക്കാലയെ എങ്ങനെ സഹിക്കും എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതുകൊണ്ട് ഗണേഷ് കുമാർ ഇക്കുറയും ജയിച്ച് കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിയമസഭയിലെത്തും. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ 1 സീറ്റ് അവരെ നിലനിർത്തും. അത് കൃത്യമാണ്. കാരണം ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്നത് പച്ചക്കൊടി ഉള്ള ഒരു മുസ്ലിം പാർട്ടിയാണ്. ഇതാണ് ഈ 2 മുന്നണികളിലുമുള്ള ചെറിയ പാർട്ടികളുടെ സ്ഥിതി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയാണ് ഉത്തരം, കേരളം ആര് ഭരിക്കുമെന്നുള്ളത്. CPM മത്സരിച്ചത് 77 സീറ്റുകൾ. CPM എത്ര സീറ്റുകൾ ജയിക്കുമെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് കോൺഗ്രസ് ഇത്തവണയാണ് CPMനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത്. കോൺഗ്രസ് ഇത്തവണ ഭരണം പിടിക്കാൻ വേണ്ടി മത്സരിച്ച 92 സീറ്റുകളിലാണ്. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്തിട്ട് മുമ്പൊരിക്കൽ പ്രിയ നമ്മൾ 2-3 ടോക്കുകൾ ചെയ്തു. 4 നിയമസഭാ സീറ്റുകളുടെ കണക്കെടുത്താൽ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും CPMന് ഷുവർ ബെറ്റ് എന്ന് പറയുന്ന 60 സീറ്റുകൾ കേരളത്തിലുണ്ട്. UDFിനത് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അത് 40 സീറ്റുകൾ മാത്രമാണ്. ഇത് മറികടന്ന് വേണം ഭരണത്തിലേക്ക് എത്താൻ. അത് മറികടക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇക്കുറിയും
ഒരു സംശയമില്ല. കാരണം ഭരണവിരുദ്ധ വികാരം പിണറായിയെ അത്രമാത്രം പൊറുപ്പിച്ചു. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് കരുതിയിട്ട് ഒരു വലിയ വിഭാഗം ഹിന്ദു വോട്ടർമാർ എക്കാലത്തും ചെയ്തുകൊണ്ടിരുന്ന UDF വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ അത് സംഭവിക്കില്ല. ഇത്തവണ അത് സംഭവിക്കാത്തതുകൊണ്ട് UDFന്റെ പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വിശകലനം ചെയ്തിട്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ ആ നിർണായകമായ കാത്തിരിക്കുന്ന അക്കം പറയാൻ പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞ കോൺഗ്രസ് 92 സീറ്റിൽ മത്സരിച്ചവർ വെറും 46 സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ. അപ്പോൾ UDF അധികാരത്തിലേക്കില്ല. CPM മത്സരിച്ച 77 സീറ്റുകളിൽ CPM വലിയ തിരിച്ചടി ഉണ്ടാവും. വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ 60 സീറ്റുകൾ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി നേടിക്കൊണ്ടിരുന്ന CPM ആ 60 നേടാനാവാതെ 51ലേക്ക് താഴും. UDFന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, CPM പുറകോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ കൂടി ഞാൻ ആ കണക്കുകൾ ഒന്നുകൂടെ പറയാം. UDFിൽ കോൺഗ്രസിന് 46 സീറ്റ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 16 സീറ്റ്, കേരള കോൺഗ്രസിന് 1 സീറ്റ്, RSPക്ക് 1 സീറ്റ്, RMPക്ക് 1 സീറ്റ്, അങ്ങനെ ഐക്യജനാധിപത്യ മുന്നണി 65 സീറ്റുകൾ നേടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പിണറായി വിജയൻ്റെ CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 51 സീറ്റുകൾ CPM, CPIക്ക് 7 സീറ്റുകൾ, കേരള കോൺഗ്രസിന് 3 സീറ്റുകൾ, ISJDക്ക് 1 സീറ്റ്, ഗണേഷ് കുമാറിന് 1 സീറ്റ്, ഇന്ത്യൻ നാഷണൽ ലീഗിന് 1 സീറ്റ്, അങ്ങനെ 70 സീറ്റുകളിൽ ഇടതുപക്ഷം. അപ്പോൾ LDF അധികാരത്തിൽ വരും? ഇല്ല. ഒരു സീറ്റ് കൂടെ വേണം. 1 സീറ്റ് എവിടെ നിന്ന് കിട്ടും? ഒറ്റ സീറ്റിന്റെ അധികാരം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഇടതുപക്ഷം എത്തും. ഇനി അപ്പോൾ ബാക്കി എത്ര? 65ഉം 70ഉം കൂട്ടുമ്പോൾ 135 സീറ്റുകൾ. 135 സീറ്റുകൾ, ബാക്കി 5 സീറ്റുകൾ BJP നേടും. ഇതാണ് ഏറ്റവും അവസാനമായി നമ്മൾ മനസ്സിലാക്കിയെടുത്ത, നമ്മൾ പഠിച്ച, വളരെ ശാസ്ത്രീയമായി ഇതിനകത്ത് കൃത്യമായി ആളുകളുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. കൃത്യമായി ഇതിനകത്ത് ഒരു പക്ഷപാതിത്വവും നമ്മൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറയാത്തത്. മണ്ഡലങ്ങൾ പോലും പറയാതെ സീറ്റുകളുടെ എണ്ണം വെച്ചിട്ട് നമ്മൾ പറയാൻ കാരണം ഇതാണ് കണക്ക്, ഇതാണ് കൃത്യമായ കണക്ക്. ഇനി തീർന്നില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ടിപ്പണിയുണ്ട്. അതായത് CPMന് 70 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 5 സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട്. അതായത് 5 സീറ്റുകൾ കുറഞ്ഞ് അത് 65 ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സംശയം വരും, 5 സീറ്റുകൾ അങ്ങോട്ട് പോകും, UDFന് പോകുമോ? ഇല്ല. അവിടെ കണക്ക് പറയുന്നത് UDFന്റെ 65 സീറ്റുകളിലും 5 സീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10 സീറ്റ് മൊത്തത്തിൽ അങ്ങനെ വന്നാൽ 5, 4, 9 സീറ്റുകൾ 2 മുന്നണിക്കും ഇനിയും നഷ്ടപ്പെടാം. ഓൾറെഡി BJPക്ക് 5 സീറ്റുകളുണ്ട്. അപ്പോൾ 9, 5, 14 സീറ്റുകൾ വരെ BJP നേടാം. അതായത് BJPക്ക് 5 സീറ്റുകൾ ഉറപ്പാണ്, അത് 14 വരെ എത്താം. അപ്പോൾ നെറ്റ് റിസൾട്ട് എന്താ പ്രിയ? BJPക്ക് വൻ വിജയം ഉണ്ടാവുന്നു. മാത്രമല്ല കേരളത്തിലെ ഹിന്ദു വോട്ടർമാർ 2 മുന്നണികളെയും ആദിശക്തമായി പ്രഹരിച്ച് 2 പേരും കേരളം ഭരിക്കണ്ട എന്ന് തീരുമാനിച്ചു. ഇതുവരെ പറഞ്ഞ തൂക്കുസഭ വരുന്നു. അതായത് 2 മുന്നണികൾക്കും 5 സീറ്റും 4 സീറ്റും UDFന് 65ലും 70ലും കുറഞ്ഞാൽ BJPക്ക് 14 സീറ്റാവും. അപ്പോഴും ഒരു ഭരിക്കത്തില്ല. ഇനി 70 സീറ്റ് LDFന് കിട്ടിയാൽ 65 സീറ്റ് UDFന് കിട്ടിയാൽ അപ്പോഴും കേരളം ആരും ഭരിക്കില്ല. കേരളം ഏതാണ്ട് 1959 അല്ലേ, 59ലാണ് ഇതിനു മുമ്പ് തൂക്കുസഭ കണ്ടത്. ആ തൂക്കുസഭ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇന്നലത്തെ വോട്ടിംഗ് ഷെയർ, ലഭ്യമായ വോട്ടിംഗ് ഷെയർ ശതമാനത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഇനിയും വരാം. അത് വെച്ച് ഇന്നലെ രാത്രി നടത്തിയ ഒരു വിശകലനത്തിൻ്റെ റിസൾട്ട് ഇതാണ്. ഇനി കൂടുതൽ കാര്യക്ഷമമായി ഓരോ ജില്ല തിരിച്ചുള്ള നമ്മുടെ ഒരു വിശകലനം നമ്മൾ വരുന്ന മണിക്കൂറുകളിൽ ഇന്നും നാളെയൊക്കെയായിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളം ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. അതുമാത്രമല്ല, കേരളം രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. എങ്ങനെ കൂട്ടിക്കിഴിച്ചാലും, എങ്ങനെ നിങ്ങൾ ഒഴിവാക്കിയാലും, എങ്ങനെ ക്രോസ് വോട്ട് ചെയ്താലും മിനിമം 5 സീറ്റുകൾ നേടി BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രാതിനിധ്യം, പ്രാധാന്യം, പ്രാമുഖ്യം ഉറപ്പിക്കുമെന്നാണ്
ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും നമുക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ ഈ 2 മുന്നണികളിൽ നിന്നായി 5ഉം 4ഉം വീതം സീറ്റുകൾ കൂടി നേടിയെടുത്ത് 14 എന്നുള്ള മാജിക് നമ്പറിലേക്ക് പോലും BJP എത്തിയേക്കാം. കൂടുതൽ വിശകലനങ്ങൾ, വാർത്തകൾ തൊട്ടു പിന്നാലെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.